ഫൈസിയായ സ്നേഹിതൻ പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹമാണ് നല്ല വിശ്വസ്തനായ ഒരു വ്യക്തിയുമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹമീദ് ഫൈസി അദ്ദേഹത്തിന്റെ ചില പ്രസംഗത്തിൽ അങ്ങനെ പറഞ്ഞത്. പിന്നീട് ഈ മർക്കസ് സമ്മേളനത്തിൽ ഈ ഹസർജ് നേരിട്ടുണ്ട് കൊടുക്കുകയാണ്, അവർക്ക് എപിക്ക് സമ്മേളനത്തിൽ നേരിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഹമീദ് ഫൈസി ഉറപ്പിച്ചും ചെയ്തു ഏത് അത് ആ പറഞ്ഞ മുടി തന്നെയാണ് കിട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹമീദ് ഫൈസി ഇതൊന്നും പിന്നെ നിഷേധിച്ചിട്ടില്ല. പിന്നീടാണ് ഇത് കള്ളത്തരമാണെന്ന് അറിയുന്നത്. ഈ മുടിയുടെ ഫോട്ടോ, ഈ മുടി കണ്ട ആളുകളുടെ അടുക്കലൊക്കെ ഇതിന്റെ ഫോട്ടോ ഉണ്ട്, പല ആളുകളുടെ അടുക്കൽ അവർ എടുത്ത ഫോട്ടോ ഉണ്ട്. 70 സെന്റിമീറ്റർ മുതൽ 1 മീറ്ററോളൊക്കെ നീളമുള്ള ആയിരക്കണക്കിൽ മുടികൾ. കണ്ട ഒരു വ്യക്തി 5 കെട്ട് മുടി ഒരാൾ കണ്ടത്. അത് ചിലപ്പോൾ പല നേരക്കും കെട്ടിവെച്ചിട്ടുണ്ടാവാം. ആയിരക്കണക്കിൽ മുടികൾ. അതിന്റെ നീളമാണെങ്കിലോ 70 സെന്റിമീറ്റർ, 80 സെന്റിമീറ്റർ, 1 മീറ്ററോളൊക്കെ. മായുക്കാരിബ് മിത്ര എന്ന് ഏപ്പിന്റെ തന്നെ സൈറ്റിൽ പറഞ്ഞ മാതിരി അത്രയും അധികം നീളമുള്ള ഇത്രയും അധികം മുടികളാണ് ഇദ്ദേഹത്തിന്റെ അടുക്കൽ ഉള്ളത് എന്ന് പിന്നീടാണ് മനസ്സിലാണത്. അപ്പൊ മനസ്സിലായോ എന്നാ ഇത് ശരിയല്ലല്ലോ. ഒരു വ്യക്തിയുടെ അടുക്കൽ നിന്ന് എങ്ങനെ ഇത്രയധികം മുടി, ഒരു വ്യക്തിയുടെ അടുക്കൽ എങ്ങനെ ഇത്രയധികം മുടി ഉണ്ടാകും? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയാണെങ്കിൽ ഇത്ര നീളമില്ലല്ലോ, പിന്നെ ഈ മുടിക്ക് അങ്ങനെ ഇത്ര നീളം വന്നു എന്ന സംശയങ്ങളൊക്കെ ഉണ്ടായി. അതിനും പുറമെ മർക്കസിൽ വായിച്ചത് സനദ എന്ന് പറഞ്ഞ് വായിച്ചത് സനദല്ല നെസബയാന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. ആകയാൽ സനദാണെന്ന് പറഞ്ഞുകൊണ്ട് വായിച്ചത് സനദല്ല അത് നെസബയാണ് എന്ന കള്ളത്തരം കണ്ടുപിടിക്കാൻ സാധിച്ചതിനാലും ഈ മുടി ഒരു മുടിയല്ല ആയിരക്കണക്കിന് മുടികളുണ്ട് ഇദ്ദേഹത്തിന്റെ അടുക്കൽ എന്ന് സ്ഥിരപ്പെട്ടതിനാലും ഈ മുടിയുടെ നീട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുടെ നീളമല്ല 1 മീറ്ററോളൊക്കെ ഒക്കെയാണ് എന്ന് മനസ്സിലായതിനാലും ആണ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയല്ല അത് കള്ളമുടിയാണ് എന്ന് പറയാനുണ്ടായ കാരണം. ഇപ്പോൾ മാറ്റി പറയാനുള്ള കാരണം അതാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അടുത്ത് അൽ മലാസ് മൈക്കിരിക്കും. അൽ മലാസ് അവിടെ ഉണ്ടാ പല പ്രാവശ്യവും ഇതിങ്ങനെ അൽ മലാസ് ഉണ്ട്. പല പ്രാവശ്യം നമ്മളിത് പറഞ്ഞതാണ്. പക്ഷെ മോനിട്ട് ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് മോനിനെ ആ വിഷയത്തിൽ ആക്ഷേപിക്കൊന്നും വേണ്ട. അദ്ദേഹം കേട്ടിട്ടുണ്ടാവില്ല. അത്രയും നമുക്ക് പറയാൻ പറ്റും. മോനിട്ട് ഇനി മൈക്കെടുക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി മോനിട്ട് റിസൈൻഡ് ചെയ്തോടെ നോക്കുക. ഈ അൽ മലാസ് അങ്ങനെ ശേഷമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ ശേഷം അപ്പൊ ക്യൂ പാലിക്കുക. അൽ മലാസ് അവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു കേൾക്കുന്നുണ്ടോ? ഹലോ. ഞാൻ സംസാരിക്കുന്ന റിയാദിൽ നിന്നാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാമെന്ന് വിചാരിച്ച് എടുത്തത്. നമുക്കറിയാം ഈ ഒരു പ്രസ്ഥാനം, പുതിയ പ്രസ്ഥാനം എന്തിനായിരുന്നു നിലവിൽ വന്നിരുന്നത്. ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ വിഷയം നമ്മൾ മാലോകരൊക്കെ അറിഞ്ഞു, ശരിയെന്താ തെറ്റെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്നും നമ്മൾ ഈ ചർച്ചയായിട്ട് എന്തിനാ മുന്നോട്ട് പോകുന്നതെന്നാണ്. ഈ ക്ലാസ്സിൽ എല്ലാ ദിവസവും കയറാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ ഈ ചർച്ച ആയിരുന്നുകൊണ്ട് മാറി നിൽക്കില്ല. കാരണം ഇത് അറിയാവുന്നൊരു വിഷയമാണ്. എല്ലാ ദിവസവും ഇതേ ചർച്ചകളാണ്. നമുക്ക് നല്ല നല്ല ക്ലാസ്സുകൾ പഠിക്കാൻ പറ്റി ഈ സമയങ്ങളിൽ നമ്മൾ ഒരുപാട് മാസങ്ങളായിട്ട് ഇതേ ചർച്ചകൾ തന്നെ. അസ്സലാമു അലൈക്കും സഹോദര. ഇവിടെ ചർച്ച നിങ്ങൾ വിഷയത്തിലേക്ക് വരും, അല്ല നിങ്ങൾ ക്ലാസിന്റെ ആര് ചർച്ച ചെയ്യണം, എന്ത് ചർച്ച ചെയ്യണം എന്നുള്ളത് അത് ഇവിടുത്തെ ഉസ്താദ്മാർ തീരുമാനിക്കും. നിങ്ങൾ വിഷയത്തിലേക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായത്തിനല്ലേ. ക്ലാസ് ഇവിടെ 24 മണിക്കൂർ നടത്തുന്നുണ്ട്. അതിൽ പല സമയത്തും പല വിഷയങ്ങളും ക്ലാസ്സും റെക്കോർഡുകളുണ്ട്. ഏത് സമയത്തും വന്നാൽ നിങ്ങൾ കേൾക്കാം. നൂർ ഫൈസ് മൈക്കെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അദ്ദേഹത്തെ അങ്ങനെ ഇതാക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹമൊക്കെ ചില ആളുകളൊക്കെ നല്ല ലക്ഷ്യത്തോടു കൂടിയാണ്, നല്ല മനസ്സാണ് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ അവർക്ക് ഉണ്ടാവുക. കാരണം ഇത്രയും വാഗ്വാദങ്ങളിൽ താല്പര്യമില്ലാതെ ദീനി വിഷയങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് റൂമിലേക്ക് വരുന്നവർക്ക് വരുന്നു അവർ. പക്ഷെ അവരുദ്ദേശിച്ച വിഷയത്തിൽ കേൾക്കുന്നില്ല. അതുകൊണ്ട് അവർക്കുണ്ടാവുന്ന ആ അസംതൃപ്തി ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പക്ഷെ പ്രിയപ്പെട്ട സഹോദരൻ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ചെറിയ വിഷയമല്ല, ഒരു വലിയ വിഷയമാണ്. എന്നുവെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ലാത്ത ഒരു സാധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് പറയുകയാണ്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വഅ മഖഅദഹു മിനൻ നാർ. എന്റെ മേൽ ആരെങ്കിലും കരുതി കൂട്ടി കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റസൂലുള്ളാഹിന്റെ മുടി അല്ല എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെയുള്ളൊരു വിഷയം, അങ്ങനെയുള്ളൊരു മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്നാണ് ഈ പറയുന്നത്. അതിന് പുറമെ അത് നാം എതിർത്തിട്ടില്ല എങ്കിൽ, ഇപ്പോൾ അത് നാം എതിർത്തിട്ടില്ല എങ്കിൽ
ഇനി അവര് ഈ ജനങ്ങൾ ഖിയാമത്ത് നാൾ വരേക്കുമുള്ള ആളുകളൊക്കെ മനസ്സിലാക്കും ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണ് എന്ന്. അപ്പൊ ഖിയാമത്ത് നാൾ വരേക്കും ഉള്ള ആളുകളുടെ ആ തെറ്റിദ്ധാരണ ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു വിഷയമാണ് നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, ഇതൊരു ദീനി ആയ നമ്മുടെ ബാധ്യതയാണ് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. താങ്കളുടെ സതുദ്ദേശത്തിന് വളരെ നന്ദിയുണ്ട്. എപ്പോഴും റൂമിൽ സജീവമാവുകയും ഇതിൽ ദീനിയ വിഷയങ്ങളൊക്കെ ധാരാളം കേൾക്കാൻ പറ്റുന്ന ഇതൊക്കെ ധാരാളം ഉണ്ടാകുമ്പോൾ അതൊക്കെ എല്ലാം കേൾക്കുകയും ചെയ്യുക. പിന്നെ ഇത് നമ്മുടെ ഒരു ബാധ്യത നിർവഹിക്കുക, ദീനിയായ ഒരു ബാധ്യത നിർവഹിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ല നിയ്യത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഇനി മസാർ കുമരമ്പത്തൂരാറുണ്ട ഉറുമ്പത്തൂർ മസാർ അല്ലല്ലേ എന്നേന എന്തായാലും ആയിക്കോട്ടെ, നാസറാണ്. നാസർ കുറുമ്പത്തൂരാറുണ്ട? ഞാൻ എന്നെ കണ്ണ് വയസ്സ് കുറച്ചാണല്ലോ. നാസർ കുറുമ്പത്തൂര്. ഓക്കെ, ഞാൻ മണിക്ക് കൈമാറും. 12 മണിക്ക് നമ്മളത് ക്ലോസ് ചെയ്യുന്നതാണ്. ഇതുവരെ കൈപൊക്കിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അവസരം ഉണ്ടാവുകയുള്ളൂ. ഏതായാലും നാസർ കുറുമ്പത്തൂർ മൈക്ക് എടുത്തോളൂ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ സഹോദരന്മാരെ? കേൾക്കുന്നുണ്ടോ? അള്ളാഹു നമ്മുടെ ഈ കൂടിച്ചേരലും ഈ കേൾക്കലും ഈ പറയലും ഒക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ പാതിരാവിൽ നമ്മൾ ഉറക്കം വിളിച്ച് ഈ കേൾക്കുന്നതും നമ്മൾ പറയുന്നതുമെല്ലാം അള്ളാഹു ഇരുവീട്ടിലും നമുക്ക് പ്രതിഫലം നൽകുന്ന കാര്യങ്ങൾ സംസാരിച്ചതിന്റെ വിഭാഗത്തിൽ ഞങ്ങളും നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ഈ പാതിരാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പ്രത്യേകിച്ചൊരു വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ചർച്ചകളെ കുറിച്ച് ഉള്ള അഭിപ്രായ പ്രകടനത്തിന് ഞാൻ യോഗ്യനും അതിനുള്ള അറിവും ഇല്ല. എന്നിരുന്നാലും കാര്യങ്ങൾ മനസ്സിലാക്കിയിടത്തോളം നമുക്കറിയാം, നമ്മുടെ പൂർവികന്മാരായ സൂര്യകളായ പണ്ഡിതന്മാർ നേതൃത്വം കൊടുത്ത സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ ഇന്റർനെറ്റ് ലോകത്തെ കൂട്ടായ്മയായ ഈ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഞാൻ പലപ്പോഴും പല പങ്ക്തികളിലും പല പരിപാടികളും കേൾക്കാൻ വരാറുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായി അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം, ഇങ്ങനെയുള്ള ഒരു മുടി വിവാദം, ഒരു കേസത്തെ അതിന്റെ നബിയുടെ പ്രവാചക പുങ്കവരോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടേതാണെന്നുള്ള ഒരു വ്യാജ പ്രചരണവുമായി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനിറങ്ങിയ ആളുകളുടെ കപടമുഖം ഇവിടെ കൊഴിഞ്ഞു വീഴുകയും അത് സത്യത്തിൽ നമ്മൾ ഈ യഥാർത്ഥ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരേ ഒരു സമസ്ത നേതൃത്വം കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ റൂമിൽ തന്നെ ഇങ്ങനെയുള്ള വലിയ ഒരു ഇത്രയും ഈ നേരത്തൊക്കെ ഇത്രയും ആളുകൾ ഇവിടെ വന്നിരിക്കുവാനുണ്ടായ ഒരു കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നമുക്ക് അനുഗ്രഹമാണ്. ആളുകൾക്ക്, എന്നെ പോലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ടുള്ള ആളുകൾക്ക് കാര്യങ്ങൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ നിഷ്പക്ഷമായെന്നല്ല ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതുവരെ അവരെക്കുറിച്ച് ഉണ്ടായിരുന്ന ധാരണ തിരുത്തുവാനും യഥാർത്ഥ പണ്ഡിത നേതൃത്വം ഏതാണെന്നും അല്ലെങ്കിൽ യഥാർത്ഥ സമസ്ത എന്താണെന്നും ഇഖ്ലാസുള്ള പണ്ഡിതന്മാര് നേതൃത്വം കൊടുക്കുന്ന ആദർശ പ്രസ്ഥാനം ഏതെന്നാണ് എല്ലാവർക്കും മനസ്സിലാകുവാൻ ഈ ഒരു സംഭവവികാസം ആളുകൾക്ക് കൂടുതൽ ഉപകാരപ്രദമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അള്ളാഹുവിന്റെ നമ്മളെ സംബന്ധിച്ച് ഒരു പള്ളി ഉണ്ടാക്കുന്നതിന് നമ്മൾ ആരും എതിരല്ല. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്ന അല്ലെങ്കിൽ നമുക്ക് ദീൻ എത്തിച്ചു തന്ന അള്ളാഹുവിനെയും ഇസ്ലാമിനെയും ഞാൻ ആ പണ്ഡിത ആധികാരികമായ വിഷയത്തെക്കുറിച്ച് പരാമർശിക്കുകയല്ല, മറിച്ച് നമ്മളിലേക്ക് ദീൻ എത്തിച്ചു തന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഇങ്ങനെയുള്ള ഒരു കേശവിവാദം തീർച്ചയായും നമ്മുടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു. അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണയിലൂടെ ഭൗതികമായ പ്രശസ്തിയും ഭൗതികമായ നേട്ടവും ആഗ്രഹിച്ച ആളുകളുടെ പരാജയമാണ് അള്ളാഹുവിന്റെ തന്നെ അവർക്കുള്ള ഒരു ശിക്ഷയായിട്ട് ഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വർത്തമാനകാല സംഭവവികാസങ്ങളെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങളെയൊക്കെ നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളിലും ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. നമ്മുടെ പണ്ഡിതന്മാർക്ക് കൂടുതൽ കാലം നമ്മുടെ സമുദായത്തെ സേവിക്കുവാനും നമ്മുടെ നേതൃത്വപരമായ പങ്ക് നിർവഹിക്കുവാനുള്ള എല്ലാവിധ ആരോഗ്യ സൗഖ്യവും അവർക്കൊക്കെ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാതിരാവിൽ നമ്മുടെ കൂടുതൽ അള്ളാഹു ഖൈറിലും ബർക്കത്തിലുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അതോടൊപ്പം തന്നെ ഞാൻ എന്റെ മുൻപ് പ്രസംഗിച്ച സുഹൃത്തിനോട് ഒപ്പം ചേർന്നുകൊണ്ട് അതിന് ഉസ്താദ്
അതിന് വ്യക്തത നൽകുകയും ചെയ്തു. കാരണം നമ്മൾ ഇതുപോലെയുള്ള വളരെ വിലപ്പെട്ട പാതിരാവായ സമയത്ത് ഈ വിവാദങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് സമൂഹത്തിൽ നടക്കുന്ന ഒരു വിവാദ വിഷയമാണെങ്കിൽ അതിനെക്കുറിച്ച് യഥാർത്ഥം സത്യം എത്തിക്കേണ്ടത് നമ്മുടെയൊക്കെ ഇസ്ലാമിക അല്ലെങ്കിൽ നമ്മുടെ ഈ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇത്രയും ഇങ്ങനെയുള്ള വളരെ വിലപ്പെട്ട സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥനാ നിരതമായിരിക്കേണ്ട സമയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി മുൻഗണന കൊടുക്കുന്നത് എന്നെ പോലെയുള്ള ആളുകൾക്ക് നമുക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട സമയം. നല്ല രൂപത്തിൽ ഇത് നല്ല വേദിയല്ല എന്ന് അതിനർത്ഥവുമില്ല. ഞാൻ ഉസ്താദ് അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ പറയുന്ന അതിന്റെ ആ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ റൂമിൽ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഏതെങ്കിലും ഒരാളുടെ സംശയങ്ങൾക്ക് വേണ്ടി കുറെ നേരം നമ്മുടെ വിലപ്പെട്ട സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ആ വാദഗതികൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകിൽ ബൗൺസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡോട്ടിട്ട് നിർത്തുകയോ മാത്രമേ അതിന് പോംവഴിയുള്ളൂ. കാരണം അവരുടെയൊക്കെ റൂമുകളിൽ ചെന്നാൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളിലൊന്നും നമുക്ക് ഒരു സാന്നിധ്യവും കിട്ടാറില്ല, ഒരു അവസരവും തരാറില്ല. അതുകൊണ്ട് ഇങ്ങനെ ഈ വേല കളിക്കുന്ന ആളുകളെ നമ്മൾ വെച്ച് ഉറപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അവർക്ക് വേണ്ട മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മൈക്കിലേക്ക് വരേണ്ട ഒരു സാധ്യതയും നിങ്ങൾ കൊടുക്കണ്ട. ഇവിടെ മൈക്ക് ചാടി വന്നതിന്റെ സൈതൽവി എന്ന് പറയുന്ന സുഹൃത്ത് എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം എന്നോട് PM അടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് നമുക്കറിയാം ഇത് വാദത്തിന് വേണ്ടി വാദിക്കാൻ വരുന്നവരാണ്, നമ്മുടെ സമയം മെനക്കെടുത്താൻ വേണ്ടി വരുന്നവരാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ മുളയിലെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് അവസരം കൊടുക്കാതെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠനാർഹമായ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണമെന്നുള്ള അത് ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയാം. പല അറബി ക്ലാസ്സുകളിലും അല്ല മറ്റുള്ള ക്ലാസ്സുകളിലൊക്കെ ഞാൻ വരാറുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ റൂമിന് ഉയരങ്ങളിൽ നിന്നോ ഉയരങ്ങളിലേക്ക് അള്ളാഹു എത്തിക്കുമാറാകട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് അബുറാജിയാണ് മൈക്ക് എടുക്കേണ്ടത്. മൈക്കിലേക്ക് ആരും ചാടരുത്. അബുറാജി മൈക്കിലേക്ക് വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു സ്നേഹിതന്റെ ചോദ്യം, പത്രക്കാരോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ്. പത്രക്കാർ ഒരുപാട് നീയും ഉസ്താദുമാർക്ക് പറയാനുണ്ട്, ബോധ്യപ്പെടുത്താനുണ്ട് സമൂഹത്തെ. എല്ലാം ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ ഉദ്ദേശമില്ലായിരുന്നു. അതുകൊണ്ടാണ് ജാലിയവാലയുടെ അടുത്ത് നിന്നാണ് കാന്തപുരത്തിന് മുടി കിട്ടിയത്. അങ്ങനത്തെ പക്ഷെ ആരിഫ് ബറക്കാത്തി എന്ന ഒരാളാണ് അപേക്ഷ നൽകി കാന്തപുരത്തിന് വേണ്ടി മുടി വാങ്ങിച്ചിട്ടുള്ളത്. അതാണ് ആ അപേക്ഷ അവിടെ കണ്ടത്. ഈ വസ്തുത ഈ ചോദ്യകർത്താവിന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി പത്രക്കാരോട് മുഴുവൻ എന്തുകൊണ്ട് പറഞ്ഞില്ല, അതിനുള്ള സമയം അവിടെ ഇല്ല. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് സമയാസമയങ്ങളിൽ പറയും. പിന്നെ വേറൊരു സുഹൃത്തിന്റെ സംശയം മാറ്റി മാറ്റി പറയുന്നു. നൂർ ഫൈസി ഉസ്താദ് പറഞ്ഞു അബുദാബിയിൽ ഒരു മുടി ഉണ്ടായിരുന്നു എന്ന് അമീദ് ഫൈസി ഉസ്താദ് പറഞ്ഞു. ഒരു മുടി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അവിടെ 2 കെട്ട് മുടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ഇവിടെ ഏപ്പിക്കാരായ ഏതെങ്കിലും സഹോദരന്മാർക്ക് അവിടെ 2 കെട്ട് മുടി ഉണ്ടായിരുന്നില്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഹക്കീം അസ്ഹരി എഴുതിയ പുസ്തകം ഒരിക്കൽ കൂടെ വായിക്കുക. ഈ 2 കെട്ട് മുടി തന്നെയാണ് വ്യാജം എന്നതിന് വ്യക്തമായ തെളിവ്. അതിന് യൂസഫ് നബ്ഹാനിയുടെ ദുർബലമായ ഒരു അഭിപ്രായം മാത്രമാണ്. ഇന്ത്യയിലെ ഒരു പണ്ഡിതൻ എന്നോട് പറഞ്ഞു അവിടെയുള്ള മുടി നീളും വളരും പെരുകും. ഇതല്ല